പ്രൈസ് ഗോഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് ദൈവസന്നിധിയിൽ ഒരുമിച്ച് കൂടി വന്ന് ദൈവവചനം ചിന്തിക്കുവാൻ കർത്താവ് തന്ന അവസരത്തിനായി ഒരിക്കൽ കൂടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാൻ സ്തോത്രം ചെയ്യാം. ജെനസിസ് ചാപ്റ്റർ 4, ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം. 4-ാം അധ്യായത്തിൻ്റെ കുറച്ച് ഭാഗങ്ങൾ നാം ചിന്തിച്ചു. നമ്മെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. നമ്മെ കാക്കുവാൻ ഏൽപ്പിച്ചിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതിനെ നാം കാക്കണം. അതിനെ കൊല്ലാനല്ല, അതിനെ കാക്കാനാണ് നമ്മെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നതെന്ന് ഈ അധ്യായത്തിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയായിരുന്നു. ആദമും ഹവ്വയ്ക്കും പറ്റിയ അതേ അബദ്ധം തന്നെയാണ് ഇവിടെ. അതിൻ്റെ കുറച്ചുകൂടെ ഒരു ഡീപ്പർ ലെവലിലുള്ള അബദ്ധമാണ് ഇവിടെ കയീന് സംഭവിക്കുന്നത്. ആദമിനും ഹവ്വയ്ക്കും തോട്ടം കാക്കാനായിട്ടുള്ള ഒരു കൽപ്പന ദൈവം കൊടുത്തിരുന്നു. പക്ഷേ അതിനെ കാക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. എന്നാൽ ഇവിടെ ഞാൻ എൻ്റെ അനുജൻ്റെ കാവൽക്കാരനോ, അവനെ കാക്കുന്നത് എൻ്റെ ജോലിയാണോ എന്ന് കയീൻ ചോദിക്കുമ്പോൾ, അതെ, പരസ്പരം കാക്കുവാനായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു. അതിനകത്ത് ഇവിടെ കയീൻ പരാജയപ്പെടുകയാണ്. കയീൻ പരാജയപ്പെടുന്നു. ഇവിടെ കയീനെ കുറിച്ച് നാം പുതിയ നിയമത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് വായിക്കുവാനായി കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, യൂദയുടെ ലേഖനത്തിലേക്ക് പോയാൽ അവിടെ നമുക്ക് ഒരു കാര്യം നമുക്ക് വായിക്കുവാനായിട്ട് കഴിയും. എന്താണ്? കയീൻ്റെ വഴി എന്ന് പറയുന്ന ഒരു കാര്യം യൂദയുടെ ലേഖനത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. കയീൻ്റെ വഴിയിൽ നടക്കരുത് എന്നുള്ള ഒരു കാര്യം. 11-ാമത്തെ വാക്യം. അവർക്ക് അയ്യോ കഷ്ടം, അവർ കയീൻ്റെ വഴിയിൽ നടക്കുകയും. അങ്ങനെ 2-3 കാര്യങ്ങൾ. ബിലയാമിൻ്റെ വഞ്ചന, കയീൻ്റെ വഴി, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. കോരഹിൻ്റെ മത്സരം എന്ന കുറച്ച് കാര്യങ്ങൾ പഴയ നിയമത്തിൽ നിന്ന് എടുത്തു പറഞ്ഞ് ഇത് നമ്മുടെ ജീവിതത്തിൽ വരുവാനായിട്ട് പാടില്ല എന്ന് കർത്താവിൻ്റെ ദാസൻ യേശു ക്രിസ്തുവിൻ്റെ സഹോദരനായിരുന്ന യൂദ തൻ്റെ ലേഖനം എഴുതുമ്പോൾ പറയുകയാണ്. എന്താണ് ഈ കയീൻ്റെ വഴി എന്ന് പറയുന്നത്? വേ ഓഫ് കെയിൻ. എന്തായിരിക്കാം ഈ കയീൻ്റെ വഴി? അതിലൂടെ നാം നടക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ കയീൻ്റെ വഴി എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു കാര്യം, ഇന്നലെ നാം ചിന്തിച്ചതുപോലെ കയീന് വേണ്ട വിധത്തിലുള്ള ഒരു വിശ്വാസത്താലുള്ള ഒരു യാഗം കഴിക്കുവാനായിട്ട് കഴിഞ്ഞില്ല. സോ അൺബിലീഫ്. ദൈവസന്നിധിയിൽ വഴിപാട്, യാഗം എന്നുള്ള വാക്കല്ല അവിടെ ഉപയോഗിക്കേണ്ടത്, വഴിപാട്. ദൈവസന്നിധിയിൽ താൻ വഴിപാട് കൊണ്ടുവന്നു, പക്ഷേ വേണ്ട വിധത്തിലുള്ള ഒരു വിശ്വാസം അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്നില്ല. അതിന് തെളിവായിട്ട് നമുക്ക് മനസ്സിലായത് എബ്രായ ലേഖനത്തിൽ നിന്ന് നാം വായിക്കുകയുണ്ടായി. 11-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം. വിശ്വാസത്താൽ ഹാബേൽ ഉത്തമമായൊരു യാഗം കഴിക്കുകയാണ്. സോ ഹാബേലിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ആ വിശ്വാസം കയീൻ്റെ ഉള്ളിലുണ്ടായിരുന്നില്ല. സോ അൺബിലീഫ് കയീൻ്റെ വഴിയുടെ ഒരു പ്രത്യേകതയാണ്. 2, കയീൻ്റെ വഴി എന്ന് നാം ചിന്തിക്കുമ്പോൾ ഈ അൺബിലീഫ്
അവന് എക്സ്റ്റേണൽ ആക്ടിവിറ്റീസ് എല്ലാം ഉണ്ട്, പക്ഷേ ഇന്റേണലി ഗോഡ് couldn't accept കെയിൻ. പുറമേ നോക്കുമ്പോൾ അവൻ വഴിപാട് കൊണ്ടുവരുന്നു, അനുജനോടൊപ്പം വരുന്നു, ഒരുമിച്ച് ആരാധിക്കുന്നു, ഈ കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോഴും അവൻ്റെ അകത്ത് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതൊന്നും ഇല്ലാതിരുന്ന ഒരനുഭവം. അപ്പോൾ പുറമേയുള്ള ഒത്തിരി ചടങ്ങുകൾ, കാര്യങ്ങൾ എല്ലാം നാം ചെയ്യുമ്പോഴും, ചിലപ്പോൾ നമ്മൾ റെഗുലറായിട്ട് ആരാധനയ്ക്ക് പോകുന്നവരായിരിക്കാം, പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരായിരിക്കാം, വഴിപാട് കഴിക്കുന്നവരായിരിക്കാം, ഉപവസിക്കുന്നവരായിരിക്കാം, ഒക്കെ കാണുമായിരിക്കും. പക്ഷേ ദൈവം നമ്മളിൽ പ്രസാദിച്ചിട്ടുണ്ടോ എന്ന് നാം നമ്മെ തന്നെ ശോധന ചെയ്യണം. അപ്പോൾ നമ്മുടെ മേലൊരു ദൈവപ്രസാദം ഇല്ല എങ്കിൽ അത് വാസ്തവമായിട്ട് നമ്മൾ പലപ്പോഴും കായിൻ്റെ വഴിയിൽ പോകുന്ന ഒരു അനുഭവമായിട്ട് മാറാൻ സാധ്യതയുണ്ട്. കായിൻ്റെ വഴിയുടെ ഒരു പ്രത്യേകത, he was not able to take victory over his emotions. അവൻ്റെ വികാരങ്ങളുടെ മേൽ അവന് ജയമെടുക്കാൻ കഴിഞ്ഞില്ല. അവന് കോപം വന്നു, അവൻ്റെ മുഖം വാടി, അവന് അസൂയ വന്നു. സ്നേഹത്തോടെ വിളിച്ചാണ് അനുജനെ വയലിലേക്ക് കൊണ്ടുപോകുന്നത്. 8-ാം വാക്യത്തിൽ തൻ്റെ അനുജനായ ഹാബേലിനോട് നാം വയലിലേക്ക് പോവുക എന്ന് പറഞ്ഞു. അവർ വയലിലിരിക്കുമ്പോൾ കയീൻ തൻ്റെ അനുജനായ ഹാബേലിനോട് കയർത്ത് അവനെ കൊന്നു. സോ ദിസ് വാസ് എ പ്ലാൻഡ് മർഡർ. പ്ലാൻ ചെയ്ത ഒരു കൊലപാതകമാണ്. തൻ്റെ അനുജനോട് വളരെ സ്നേഹത്തോടെ ഇടപെട്ട്, ഞാൻ പറഞ്ഞില്ലേ, കയീൻ്റെ വഴിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അകത്ത് ഒരു ഭാവം, പുറത്ത് മറ്റൊരു ഭാവം. പുറത്ത് താൻ ആരാധിക്കുന്നുണ്ട്, പക്ഷേ അവൻ്റെ അകം ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പറ്റുന്ന ഒന്നല്ല. പുറത്ത് അവൻ വളരെ സ്നേഹത്തോടെയാണ് അനുജനെ വിളിച്ച് വയലിലേക്ക് കൊണ്ടുപോകുന്നത്. പക്ഷേ when he was taking him to the field, his heart was filled with bitterness and jealousy and anger. ആ ഒരു കാര്യമാണ് അനുജനോട് പെട്ടെന്ന് കയർത്ത് ഹാബേൽ തന്നെ ചിന്തിച്ചാണ്, എന്തിനാണ് പെട്ടെന്ന് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്, എന്തിനാണ്, ഞാനൊന്നും പറഞ്ഞില്ലല്ലോ, ഞാനൊന്നും ചെയ്തില്ലല്ലോ, ഒരു കാര്യവുമില്ലാതെ പെട്ടെന്ന് എന്തുകൊണ്ടാണ് ഇങ്ങനെ കയർക്കുന്നത്. നമുക്ക് ഇത്തരം സ്വഭാവമുള്ള പലരെയും അറിയാം. ഇനി നമ്മുടെ കൂട്ടത്തിൽ തന്നെ നമുക്ക് തന്നെ ഈ സ്വഭാവമുണ്ടോ എന്ന് നാം ശോധന ചെയ്യുന്നത് നന്നായിരിക്കാം. പെട്ടെന്ന് കയർക്കുക, അതെവിടെ നിന്ന് വരുന്നതായിരിക്കും അത്. എല്ലാം സന്തോഷമായിട്ടിരിക്കുമ്പോൾ നിസ്സാര കാര്യങ്ങളുടെ മുമ്പിൽ പൊട്ടിത്തെറിച്ചു പോകുന്ന അനുഭവം. ആ പൊട്ടിത്തെറി ഇദ്ദേഹത്തിൻ്റെ ആ ഒരു അനുഭവം ഒരു കൊലപാതകത്തിലേക്ക് തന്നെ കൊണ്ടുപോവുകയാണ്. അതായത് ഒരിക്കലും ചിന്തിക്കുവാൻ കഴിയാത്ത, മടക്കിയെടുക്കാൻ കഴിയാത്തതുപോലെയുള്ള ചില കാര്യങ്ങളിലേക്ക്, ചിലത് എറിഞ്ഞുടയ്ക്കുന്നത് പോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടാവുകയാണ്. കായിൻ്റെ വഴിയുടെ ഒരു പ്രത്യേകതയാണ്. നാം അത്തരത്തിലൊരു വഴിയിലൂടെയാണോ നാം യാത്ര ചെയ്യുന്നത് എന്ന് ഒന്ന് ശോധന ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. സ്തോത്രം. കായിൻ്റെ വഴിയുടെ മറ്റൊരു പ്രത്യേകത, എസ്കേപ്പിംഗ് ഫ്രം ദ റെസ്പോൺസിബിലിറ്റീസ്. ഞാൻ എൻ്റെ അനുജൻ്റെ കാവൽക്കാരനാണ്. നമ്മുടെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയും അതേ സമയം തന്നെ ആ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നത് ഇനി ദൈവമാണെങ്കിൽ പോലും അതിനോട് വളരെ പരുഷമായി റെസ്പോണ്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരനുഭവം. സോ ദ വേ ഓഫ് കെയിൻ, ആർ വി വാക്കിംഗ് ഇൻ ഹിസ് വേ? നാം
കയ്യിൻ്റെ വഴിയിലാണോ നടക്കുന്നത് എന്ന് ഒന്ന് ശോധന ചെയ്യുന്നത് നന്നായിരിക്കും. ഇനി കയ്യിൻ്റെ വഴിയുടെ മറ്റൊരു പ്രത്യേകത, വേഴ്സ് 13, കയ്യിൻ യഹോവയോട് എൻ്റെ കുറ്റം പൊറുക്കാൻ കഴിയുന്നതിനേക്കാൾ വലിയതാകുന്നു. സോ see, he says, my punishment is greater than I can bear. He's not thinking about the sin which he did. He's focusing on the punishment. Come on, Cain. You are speaking to your God who can forgive you. Accept, confess your sin. Because your parents did a mistake. They sinned against him. He had a solution for that. അവരെ തോട്ടത്തിൽ നിന്ന് ഇറക്കിക്കളഞ്ഞു എന്നുള്ളത്, ആ ഒരു ശിക്ഷ അവർക്ക് കൊടുത്തു, ശാപഗ്രസ്തരായി തീർന്നു എന്നൊക്കെയുള്ളത് ശരിയാണെങ്കിൽ പോലും അവരുടെ നഷ്ടപ്പെട്ട മഹത്വത്തിന് പകരം ആ നഗ്നതയുടെ അത് മറച്ചു കളയുവാൻ തക്കവണ്ണം ദൈവത്തിനൊരു സൊല്യൂഷൻ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഉണ്ടായിരുന്നു. കയ്യിനെ, നിൻ്റെയും ഈ പ്രവൃത്തിക്ക് ഒരു സൊല്യൂഷൻ ദൈവത്തിൻ്റെ കരങ്ങളിലുണ്ട്. നീ പണിഷ്മെൻറ്റിനെ വലുതായിട്ട് കാണാതെ ആ പണിഷ്മെൻറ്റിലേക്ക് നിന്നെ വിടാതെ വണ്ണം അതിൻ്റെ മുമ്പിൽ നിൽക്കുന്ന see that forgiveness which stands before the punishment. So run into the forgiveness. Don't force yourself to the punishment. നിന്നെ ആ ദീർഘക്ഷമ, ദൈവത്തിൻ്റെ ആ ദീർഘക്ഷമ, ദൈവത്തിൻ്റെ ആ മഹാകരുണ, അതിലേക്ക് നീ ഒന്ന് ഓടിച്ചെല്ല. കയ്യിൻ്റെ വഴിയുടെ ഒരു പ്രത്യേകത, അവിടോട്ടൊന്നും പോകാൻ മനസ്സില്ല. ദൈവത്തിന് ഇത് കഴിയില്ല എന്നുള്ള ഒരു കൺക്ലൂഷനിലേക്ക് താനങ്ങെത്തുകയാണ്. എൻ്റെ ഈ പാപം ക്ഷമിക്കുവാൻ, എൻ്റെ ഈ കുറ്റം ക്ഷമിക്കുവാൻ, എന്നെ ഇതിനകത്തുനിന്ന് പുറത്തു കൊണ്ടുവരുവാൻ ദൈവത്തിന് കഴിയില്ല. അവിടെ ദൈവത്തെ ചെറുതാക്കുകയാണ്. സ്തോത്രം. അപ്പോൾ ദൈവത്തിന് കഴിയും. എനിക്ക് ഇങ്ങനെ സംഭവിച്ചു പോയി, ഞാൻ ഇത്ര ഒരു വലിയ പ്രതിസന്ധിയിലാണ്, എനിക്കിങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി, ഞാനൊരു തെറ്റായ തീരുമാനം എടുത്തുപോയി, എനിക്ക് ഇത്രയും വലിയൊരു നഷ്ടം വന്നുപോയി, അതിൻ്റെ പിന്നിൽ എന്നെ അതിനകത്ത് നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ ദൈവത്തിന് കഴിയും എന്ന് ചിന്തിക്കാതിരിക്കുന്നത് കയ്യിൻ്റെ വഴിയുടെ ഒരു പ്രത്യേകതയാണ്. ഇനി ഇദ്ദേഹം പുറപ്പെട്ട് നോദ് ദേശത്ത് എന്ന് പാർക്കുകയാണ്. അവിടെ 17-ാമത്തെ വാക്യത്തിൽ കയ്യിൻ ഒരു പട്ടണം പണിയുന്നുണ്ട്. ഹാനോക്ക് എന്ന് തൻ്റെ മകൻ്റെ പേരാണ് ആ പട്ടണത്തിന് ഇടുന്നത്. സോ in the way of Cain, he is focused, or he is human-centered or man-centered, not God-centered. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്? അവനൊരു പട്ടണം പണിതപ്പോൾ ബഥേൽ എന്ന് പറയുന്നത് ദൈവവുമായി ബന്ധപ്പെട്ട ഒരു പേരാണ്, ഇല്ലേ? മഹനീയും ദൈവവുമായി ബന്ധപ്പെട്ട ഒരു പേരാണ്. അതൊക്കെ ആ സ്ഥലത്തിനിട്ട പേരുകളാണ്. ഇവിടെ തൻ്റെ മകൻ്റെ പേരാണ് ആ പട്ടണത്തിനിടുന്നത്. സോ മാൻ സെൻറ്റേർഡ് ആണ്, നോട്ട് ഗോഡ് സെൻറ്റേർഡ്. ദൈവ കേന്ദ്രീകൃതമായിട്ടുള്ള കാര്യങ്ങൾ തനിക്ക് ചെയ്യാൻ കഴിയുന്നില്ല. താൻ എപ്പോഴും തൻ്റെ പേര്, തൻ്റെ മകൻ്റെ പേര്, അങ്ങനെയുള്ള ആ ഒരു മാൻ സെൻറ്റേർഡ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് തൻ്റെ ജീവിതത്തിൽ. തൻ്റെ അച്ചീവ്മെൻറ്റ്സിനെ തൻ്റെ പേരിൽ എടുത്തു കാണിക്കുവാൻ, തൻ്റെ തലമുറയുടെ പേരിൽ എടുത്തു കാണിക്കുവാനായിട്ടുള്ള ഒരു ടെൻഡൻസി, അത്
കായിൻ്റെ വഴിയുടെ ഒരു പ്രത്യേകതയാണ്. സ്തോത്രം. അപ്പോൾ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഇത് കായിൻ്റെ വഴിയുടെ പ്രത്യേകതകളാണ്. ഇനി നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ കായിൻ്റെ തലമുറകളെ നമുക്ക് കാണാനായിട്ട് കഴിയും. കായിൻ്റെ തലമുറകളെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ 20-ാമത്തെ വാക്യം, ആദ യാബാലിനെ പ്രസവിച്ചവൻ കൂടാരവാസികൾക്കും പശുപാലകന്മാർക്കും പിതാവായി തീർന്നു. അതിൻ്റെ താഴോട്ട് നമ്മളിങ്ങനെ വായിച്ചു വരുമ്പോൾ ആയുധങ്ങൾ ഉണ്ടാക്കുന്നവർക്ക് തീരുന്നവനായി തീരുന്നു. പിന്നീട് കിന്നരവും വേണു ഉപയോഗിക്കുന്നവർക്ക് എല്ലാവർക്കും പിതാവായിത്തീരുന്നു എന്നൊക്കെ നമുക്കവിടെ വായിക്കാനായിട്ട് കഴിയും. സോ എന്താണ് ഇതിൻ്റെ അർത്ഥം? നമ്മൾ പലതും പഠിക്കുമ്പോൾ ഇപ്പം ഫാദർ ഓഫ് ഫാർമക്കോളജി അല്ലേ, ഫാദർ ഓഫ് മെഡിസിൻ, ഫാദർ ഓഫ് സോ ആൻഡ് സോ എന്ന് പറഞ്ഞ് നമ്മൾ ഈ സയൻസിലെയും പലതിലെയൊക്കെ കണ്ടുപിടുത്തങ്ങളും കാര്യങ്ങളും ഓരോ ബ്രാഞ്ചസും പഠിക്കുമ്പോൾ അത് തുടങ്ങി വെച്ച ഒരു വ്യക്തി, അത് ആരംഭിച്ച ഒരു വ്യക്തി, അതിനകത്ത് പ്രാവീണ്യം പ്രാപിച്ച ഒരു വ്യക്തി, ആ വ്യക്തിയെ നമ്മൾ അതിൻ്റെ പിതാവായിട്ട് എടുത്ത് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ നോക്കിക്കേ, ടെൻറ്റ് മേക്കിംഗ് അതിൻ്റെ ഫാദർ, ഓക്കെ, മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസിൻ്റെ ഫാദർ എന്നൊക്കെ പറഞ്ഞ് ലോകത്തിൽ അറിയപ്പെടുന്ന വ്യക്തികളായിട്ട് കായിൻ്റെ തലമുറകൾ മാറുകയാണ്. അപ്പോൾ നമുക്ക് ചിന്തിക്കാൻ സാധ്യതയുണ്ട്. ഇനിയിപ്പം താഴോട്ട് നമ്മൾ വരുമ്പം ഷേത്തിൻ്റെ തലമുറകളൊക്കെ നമ്മൾ പഠിക്കും. പക്ഷേ ഈ ഷേത്തിൻ്റെ തലമുറയിൽ നമ്മൾ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ അവിടെ ഇതുപോലെയുള്ള ഫാദർ ഓഫ് സോ ആൻഡ് സോ എന്ന് പറയത്തക്കവണ്ണമുള്ള ഒരു വ്യക്തിയെ പോലും നമ്മൾ കാണുന്നില്ല. ഇതെപ്പോഴും നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ദൈവമേ, അവർക്ക് അങ്ങയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഞാൻ ഉപവസിക്കുന്നുണ്ട്, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ അങ്ങയുടെ വഴിയിൽ നടക്കുന്നുണ്ട്, ഞാൻ കായിൻ്റെ വഴിയിലല്ല നടക്കുന്നത്. ഇതെല്ലാം ഉണ്ടായിട്ടും എനിക്കും എൻ്റെ തലമുറകൾക്കും വലിയ വലിയ അച്ചീവ്മെൻറ്റ്സ് ഒന്നും കഴിയുന്നില്ല. പക്ഷേ ഇതൊന്നുമില്ലാതെ ജീവിക്കുന്നവർക്ക് എല്ലാം അച്ചീവ് ചെയ്യാൻ കഴിയും. എൻ്റെ സഹോദരന്മാരെ എടുത്ത് നോക്കിയാൽ, എൻ്റെ സഹോദരങ്ങളെ നോക്കിയാൽ, എൻ്റെ സഹോദരിമാരെ നോക്കിയാൽ അവരാരും വിശ്വാസത്തിലില്ല. അവരാരും ഇതുപോലെ അങ്ങയോടടുത്ത് അങ്ങയുടെ ഇഷ്ടം ഓരോ വിഷയത്തിനും പ്രാർത്ഥിച്ച് ദൈവഹിതമാണോ എന്ന് അറിഞ്ഞൊന്നും അല്ല അവരൊന്നും ചുവട് വയ്ക്കുന്നത്. പക്ഷെ അവരെല്ലാവരും സക്സസ്ഫുള്ളാണ്. their children are successful, they are really successful, and then but why am I not എന്നുള്ള ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ വരാനായിട്ട് സാധ്യതയുണ്ട്. ഇവിടെയും തുടക്കം മുതൽ തന്നെ അങ്ങനെ ആയിരുന്നു എന്ന് ഓർക്കുക. ഇവിടെ ഇവരെല്ലാവരും പലതിൻ്റെയും പിതാക്കന്മാരായി മാറുമ്പോൾ, പലതിലും എക്സൽ ചെയ്യുമ്പോൾ, അങ്ങനെ എടുത്തു പറയത്തക്ക ഒന്നും ഷേത്തിൻ്റെ തലമുറയിൽ, ഹാബേലിന് പകരം ദൈവം നൽകിയ ഷേത്തിൻ്റെ തലമുറയിൽ നമുക്ക് ആരെയും തന്നെ കാണാൻ കഴിയുന്നില്ല. എന്നാൽ ഇവിടെ ഒരു പട്ടണത്തിൻ്റെ പേര് തന്നെ ഇട്ട ഒരു മകൻ കായിന് ജനിച്ചു അല്ലേ? നമ്മൾ അങ്ങനെയല്ലേ വായിച്ചത്? ആ കായിന് തൻ്റെ മകൻ്റെ പേര് എന്തായിരുന്നു? ആ മകൻ്റെ പേര് ഹാനോക്ക്. 17-ാം വാക്യത്തിൽ കാണുന്ന ആ മകൻ്റെ പേര് ഹാനോക്ക്. പക്ഷേ അതേ പേരുള്ള ഒരു സന്തതി 5-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും.
സ്തോത്രം. 21 വാക്യം മുതൽ താഴോട്ട് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു കാര്യം, അതേ പേരുള്ള ഒരുവൻ ഇപ്പുറത്ത് ജനിച്ചപ്പോൾ അവൻ ഭൗതിക തലത്തിൽ ഒന്നിൻ്റെയും പിതാവോ ഒന്നുമായിട്ട് കഴിഞ്ഞില്ല. 5:21, 24 ഒക്കെ വായിക്കുമ്പോൾ അവൻ്റെ പേര് ഈ ഭൂമിയിലെ ഒന്നുമായി ബന്ധപ്പെട്ട ഒന്നിൻ്റെയും ഫാദറായിട്ടോ ഒന്നിൻ്റെയും എന്തെങ്കിലും ആയിട്ടോ ഒന്നും അവൻ തീർന്നില്ല. പക്ഷേ അവൻ ദൈവത്തോടു കൂടെ നടന്നു. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണപ്പെടാതെയായി എന്ന് വായിക്കാൻ കഴിയുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഭൗതികമായി ചിന്തിക്കുമ്പോൾ ഒരു ട്രാജഡിയാണ് ഷേത്തിൻ്റെ തലമുറയിൽ സംഭവിച്ചത്. വളരെ ചെറിയ ഒരു പ്രായത്തിൽ 900 വർഷം മനുഷ്യൻ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിലാണ് 365 വയസ്സുള്ളപ്പോൾ ഹാനോക്ക് മരിച്ചു പോകുന്നത്. ഓർക്കുക, ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ ആയിരിക്കുമ്പോൾ തന്നെ അത്ര വലിയൊരു ട്രാജഡിയാണ് സംഭവിച്ചതെന്ന് ലോകത്തിന് പറയാൻ കഴിയുമ്പോൾ പോലും ആത്മീയമായി, ഹല്ലേലൂയ, സ്തോത്രം, ഈ മനുഷ്യൻ, ഹല്ലേലൂയ, ഒരു ഭയങ്കര അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയിലാണ് ഷേത്തിൻ്റെ തലമുറ ചെന്ന് നിൽക്കുന്നത്. എന്നാൽ കായിൻ്റെ തലമുറ അങ്ങനെയല്ല. അവർ ഭൗതിക തലത്തിൽ they were world famous. ഒത്തിരി കാര്യങ്ങളിൽ അവർ ഒത്തിരി കണ്ടുപിടുത്തങ്ങൾ, കാര്യങ്ങൾ അതിൽ അവർ എക്സൽ ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ മെറ്റീരിയൽ എക്സലൻസ് അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ എക്സലൻസ് doesn't mean that is God's favor. തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ പ്രസാദം നാം അങ്ങനെ എക്സൽ ചെയ്യുമ്പോൾ ഉണ്ടാവും എന്ന് പറയുന്നതിൻ്റെ അകത്ത് യാതൊരു തെറ്റുമില്ല. അത് പക്ഷേ നാം നമ്മുടെ അകത്ത് ദൈവത്തിനൊരു പ്രസാദവും അതിനൊപ്പം പുറമേ ഒരു പ്രശസ്തിയും കിട്ടിയാൽ അത് അനുഗ്രഹമായിരിക്കും. പക്ഷേ അകത്തൊരു പ്രസാദവുമില്ല, കായിൻ്റെ വഴിയിലാണ് നടക്കുന്നത്, മാൻ സെൻറ്റേർഡ് ആയിട്ടാണ് ജീവിക്കുന്നത്, പക്ഷേ പ്രശസ്തി ഉണ്ട് എന്ന് പറഞ്ഞാൽ അതുമാത്രം കൊണ്ട് നിത്യതയിലേക്ക് കടക്കുവാൻ കഴിയില്ല എന്ന് ഓർക്കുക. അതിനേക്കാൾ എത്രയോ ഭേദമാണ് സ്വന്തം പേരിൽ ഒരു പട്ടണമില്ലെങ്കിലും, ഒന്നിൻ്റെയും ഫാദർ ആയില്ലെങ്കിലും, ഒരു വിധത്തിലും വേൾഡ് ഫേമസ് ആയില്ലെങ്കിലും, ദൈവത്തോട് ചേർന്ന് നടന്ന് 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 ഹല്ലേലൂയ ഒരു ദിവസം ഇവിടെ നിന്ന് അപ്രത്യക്ഷമാകുന്ന ആ ഒരു അനുഭവം, ഹല്ലേലൂയ, സ്തോത്രം. ഹാനോക്കിനെ കുറിച്ച് ഇവിടെ നമുക്ക് വലിയ കാര്യങ്ങളൊന്നും വായിക്കാൻ കഴിയുന്നില്ലെങ്കിലും ഹാനോക്ക് പ്രവചിച്ച പ്രവചനം നമുക്ക് യൂദയുടെ ലേഖനത്തിൽ വായിക്കുവാൻ കഴിയുന്നുണ്ട്. അതിലേക്ക് അടുത്ത ദിവസങ്ങളിൽ നമുക്ക് വരാം. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ ഭൗതികമായിട്ടുള്ള ഉയർച്ച അത് വേണ്ട എന്നല്ല ഞാൻ പറയുന്നത്. ബട്ട് ഡോണ്ട് ഫോക്കസ് ഓൺ ദാറ്റ്, ബട്ട് ഫോക്കസ് ഓൺ, ഹല്ലേലൂയ, യുവർ സ്പിരിച്വൽ മാറ്റേഴ്സ്. ഹല്ലേലൂയ, സ്തോത്രം. അതുവഴി നമുക്ക് നിശ്ചയമായിട്ടും അനുഗ്രഹങ്ങൾ ഉണ്ടാവും. നിശ്ചയമായിട്ട് ഈ ഭൂമിയിൽ വേണ്ടതൊക്കെ ദൈവം നമുക്ക് ഒരുക്കി തരും എന്നുള്ളത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം കരയട്ടെ. ഇവിടെ മനുഷ്യൻ തൻ്റെ പാപത്തിൽ നിന്ന് വീണ്ടും 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 അതിൻ്റെ ആഴത്തിലേക്ക് പോകുന്നതാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. വീണ്ടും കുറെ കൂടെ ആഴത്തിലേക്ക് മനുഷ്യൻ പോവുകയാണ്, അല്ലേ? ആദമും ഹവ്വയും ആ ഒരു ഡിസൊബീഡിയൻസ് ആണ് അവരുടെ ജീവിതത്തിൽ വന്നതെങ്കിൽ, ഹല്ലേലൂയ, ഈ കായിൻ്റെ ജീവിതത്തിൽ വന്നത് കുറച്ചുകൂടെ ആഴത്തിലുള്ള ഒരു അനുഭവമായിരുന്നു എന്ന് നമ്മൾ ഓർക്കുകയുണ്ടായിരുന്നു. ഒരു അക്സെപ്റ്റബിൾ സാക്രിഫൈസ്, ആങ്കർ, ജലസി, മർഡർ എന്നൊക്കെ പറയുന്ന ഒരു 3-fold സിൻ, അത്രയും പാപത്തിൻ്റെ കുറച്ചുകൂടെ ഒരു ആഴത്തിലേക്ക് പോകുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. എന്നാൽ കായിൻ്റെ തലമുറ വരുമ്പോഴത്തേക്കിനും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ലാമക്ക് പറയുകയാണ് അവിടെ പോളിഗമി, ഒന്നിലധികം ഭാര്യമാരെ എടുക്കുന്ന ഒരു സംഭവം ഒക്കെ ഇവിടെയാണ് ആരംഭിക്കുന്നത്. അവൻ പറയുകയാണ് 23-24 വാക്യങ്ങളൊക്കെ, കായിന് വേണ്ടി 7 ഇരട്ടി പകരം ചെയ്യുമെങ്കിൽ ലാമക്കിന് വേണ്ടി 77 ഇരട്ടി പകരം ചെയ്യും. എൻ്റെ മുറിവിന് പകരം ഞാനൊരു പുരുഷനെയും എൻ്റെ പരിക്കിന് പകരം ഒരു യുവാവിനെയും കൊല്ലും. അപ്പോൾ തൻ്റെ തലമുറ വന്നപ്പോഴത്തേക്കിനും വെല്ലുവിളിക്കുകയാണ്.
7 ഇരട്ടിയാണെങ്കിൽ ഇവിടെ 77 ഇരട്ടി എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് ഹല്ലേലൂയ ലാമേക്ക് മാറുകയാണ്. സോ മനുഷ്യൻ പാപത്തിൽ നിന്ന് വീണ്ടും പാപത്തിലേക്കും വീണ്ടും അതിൻ്റെ ആഴത്തിലേക്കും വീണു പോകുന്നത് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ഇന്നലെ ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ ഓർമ്മിപ്പിച്ചതുപോലെ ഈ കയീൻ ജനിച്ചപ്പോൾ ഹൗവ എന്താണ് പറഞ്ഞത്? എനിക്കൊരു സന്തതിയെ എനിക്ക് ലഭിച്ചു. ഐ ഹാവ് ഗോട്ട് എ പൊസഷൻ, ഐ ഹാവ് ഗോട്ട് ദ സീഡ് എന്നാണ് അവൾ പെട്ടെന്ന് പറഞ്ഞത്. എനിക്കൊരു പുരുഷ പ്രജ ദൈവത്തിൽ നിന്ന്, ഹല്ലേലൂയ, യഹോവയാൽ എനിക്കൊരു പുരുഷ പ്രജ ലഭിച്ചു. ഹല്ലേലൂയ. when she was saying that, she expected that this is the seed which is going to crush the head of Satan. സാത്താൻ്റെ തലയെ തകർക്കാൻ പോകുന്ന ഹല്ലേലൂയ പുരുഷ പ്രജ ഇതാണ് എന്നാണ് അവൾ ചിന്തിച്ചത്. പക്ഷേ ഹല്ലേലൂയ അതായിരുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു. ഹല്ലേലൂയ. അപ്പോൾ ഈ കായീനെയും എന്നാൽ യഥാർത്ഥമായി സ്ത്രീയുടെ സന്തതിയായി ജനിച്ച യേശു ക്രിസ്തുവിനെയും തമ്മിൽ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ ചില കമ്പാരിസൺസ് നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയും ബിറ്റ്വീൻ കെയിൻ ആൻഡ് ജീസസ്. ദ ഫസ്റ്റ് തിങ് ഈസ് കെയിൻ ബ്രോട്ട് ആൻ അൺവർത്തി സാക്രിഫൈസ്. ദൈവത്തിന് പ്രസാദകരമല്ലാത്ത ഒരു വഴിപാട് താൻ കൊണ്ടുവരികയാണ്. ഹല്ലേലൂയ. ബട്ട് ജീസസ് ഹി ഹിംസെൽഫ് വാസ് എ വർത്തി സാക്രിഫൈസ്. താൻ തന്നെ ഹല്ലേലൂയ ദൈവത്തിന് പ്രസാദമുള്ള ഒരു യാഗമായി തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. സെക്കൻഡ് വൺ, കെയിൻ മർഡേർഡ് ഓർ ഹീ ടുക്ക് ലൈഫ് ഓഫ് ഹിസ് ബ്രദർ. അവൻ്റെ സഹോദരൻ്റെ ജീവൻ അവൻ എടുക്കുകയാണ്, ഒരു കൊലപാതകനായി മാറുകയാണ്. ബട്ട് ജീസസ് ഗേവ് ഹിസ് ലൈഫ് ടു മേക്ക് അസ് ഹിസ് ബ്രദേഴ്സ്. ഹല്ലേലൂയ. തൻ്റെ സഹോദരന്മാർക്ക് വേണ്ടി തൻ്റെ ജീവനെ വെച്ചു കൊടുക്കുന്ന ഒരു ക്രിസ്തുവിനെ നമുക്ക് കാണാനായിട്ട് കഴിയും. ഹല്ലേലൂയ, സ്തോത്രം. കെയിൻ വാസ് ഫിൽഡ് വിത്ത് ബിറ്റർനെസ്, ആങ്കർ ആൻഡ് ജലസ്. കെയിൻ ആ കയ്പ്, പക, ആ ദേഷ്യം, കയർക്കുന്ന അനുഭവം, അസൂയ എന്നൊക്കെയുള്ള കാര്യങ്ങളാൽ താൻ നിറയുമ്പോൾ ജീസസ് പ്രേയ്ഡ് ഫോർ ഫൊർഗീവ്നെസ്. തന്നെ ഉപദ്രവിക്കുന്നവരെ ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായിക്കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറയുന്ന ഒരു അനുഭവത്തിലേക്ക് യേശു മാറുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. The blood of Abel calls for judgment. കയീനിലൂടെ ഭൂമിയിലേക്ക് വീണ ആ രക്തം ന്യായവിധിക്കായി ഹാബേലിൻ്റെ രക്തം ഭൂമിയിൽ നിന്ന് നിലവിളിക്കുമ്പോൾ the blood of Jesus helps us to escape judgment. ന്യായവിധിയിൽ നിന്ന് രക്ഷപ്പെടുവാൻ തക്കവണ്ണം ഹാബേലിൻ്റെ രക്തത്തേക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന, ഞാനതിനെ ഇങ്ങനെ പറയും, നമ്മുടെ ഗുണം മാത്രം സംസാരിക്കുന്ന യേശുവിൻ്റെ രക്തം നമ്മെ ന്യായവിധിയിൽ നിന്ന് പുറത്തു കൊണ്ടുവരികയാണ്. ഹല്ലേലൂയ, സ്തോത്രം. For with Cain there is no repentance. അവിടെ ഒരു റിപ്പൻറ്റൻസും നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നില്ല. ബട്ട് ജീസസ് ആൻഡ് ഹിസ് ക്രൂസിഫിക്ഷൻ ആൻഡ് ഹിസ് സാക്രിഫൈസ് ബ്രിങ്സ് us to repentance. നമ്മളെ യഥാർത്ഥമായിട്ടുള്ള ഒരു മാനസാന്തരത്തിലേക്ക് നമ്മെ കൊണ്ടുവരുന്ന ഒന്നാണ് യേശു ക്രിസ്തുവിലൂടെ സംഭവിക്കുന്നത്. കെയിൻ വെന്റ് ഔട്ട് ഫ്രം ദ പ്രസൻസ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന്, യഹോവയുടെ സന്നിധിയിൽ നിന്ന് പുറപ്പെട്ടു പോവുകയാണ് താൻ. കയീൻ പുറപ്പെട്ടു പോവുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. ബട്ട് ജീസസ് ബ്രിങ്സ് us back to the presence of God. എന്നാൽ യേശു നമ്മെ ദൈവ സാന്നിധ്യത്തിലേക്ക് മടക്കി കൊണ്ടുവരികയാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ ആദമിനും ഹൗവയ്ക്കും
പിന്നീടും ധാരാളം മക്കൾ ജനിക്കുകയാണ്. പലർക്കും പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, കയീന് എവിടുന്ന് ഭാര്യയെ കിട്ടി എന്നുള്ള ഒരു ചോദ്യം പലരും ചോദിക്കാറുണ്ട്. ആദമിനും ഹവ്വയ്ക്കും ധാരാളം മക്കളുണ്ടായിരുന്നു. ഈ പഴയ നിയമത്തിൻ്റെ ഒരു പ്രത്യേകത, എല്ലാവരുടെയും കാര്യം എടുത്തു പറയുന്നില്ല. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആരുടെയൊക്കെ പേരുകൾ എടുത്ത് പറയണമോ അവരുടെ പേരുകൾ മാത്രമേ മെൻഷൻ ചെയ്യാറുള്ളൂ. സ്പെഷ്യലി ദ ഫസ്റ്റ് ബോൺസ്, അവരുടെ കാര്യമാണ് കൂടുതലും ഇവിടെ മെൻഷൻ ചെയ്യുന്നത്. സ്ത്രീകളെക്കുറിച്ച് ഒത്തിരി പറയുന്നത് നമുക്ക് കേൾക്കാനായിട്ട് കഴിയുന്നില്ല. സ്ത്രീകളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ പോലും അവരെക്കുറിച്ച് പറയുന്നത് എപ്പോഴും ഈ പുസ്തകവുമായി ബന്ധപ്പെട്ട്, ഇതിൽ പ്രതിപാദിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് if they have played a role, then their names were mentioned. അതാണ് പഴയ നിയമത്തിൻ്റെ ഒരു രീതി. അതുകൊണ്ട് ആദാമിൻ്റെയും ഹവ്വയ്ക്കും ധാരാളം മക്കളുണ്ടായിരുന്നു എന്ന് നമുക്ക് പഠിക്കാനായിട്ട് കഴിയും. സ്പെഷ്യലി ചാപ്റ്റർ 5:4 says, 5-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം, ശേത്തിനെ ജനിപ്പിച്ച ശേഷം ആദാം 800 സംവത്സരം ജീവിച്ചിരുന്ന പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ ധാരാളം മക്കളെ താൻ ജനിപ്പിച്ചതായിട്ട് കാണാൻ കഴിയുന്നു. ഹല്ലേലൂയ. അതിനകത്ത് നിന്ന് ഹല്ലേലൂയ ഒരു സ്വന്തം സഹോദരിമാരെയാണ് ഇവർ വിവാഹം കഴിച്ചത്. ഇറ്റ് വാസ് അലൗഡ് അറ്റ് ദാറ്റ് ടൈം. അത് മൾട്ടിപ്ലിക്കേഷന് വേണ്ടി ദൈവം അത് അലൗ ചെയ്തിരുന്നു എന്ന് ഓർക്കുക. അബ്രഹാമിൻ്റെ കാലത്തൊക്കെ വരുമ്പോഴത്തേക്കിനും ഓൺ സിസ്റ്റേഴ്സിനെ അല്ല, ഹാഫ് സിസ്റ്റേഴ്സിനെ, അപ്പൻ്റെ ജ്യേഷ്ഠൻ്റെ മക്കൾ, അങ്ങനെയൊക്കെ ഉള്ളവരെ വിവാഹം കഴിക്കാമായിരുന്നു. എന്നാൽ പിന്നീട് അങ്ങോട്ട് പോകുമ്പോൾ ദൈവം അത് റെസ്ട്രിക്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യം പറയുന്നുണ്ട്. കാരണം the gene of man was so pure at that time. ഓക്കെ, പക്ഷേ അത് പിന്നീട് കുറേ കാലം കഴിഞ്ഞപ്പോൾ ഇനിയും ഇത്തരത്തിൽ വിവാഹം കഴിച്ചാൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുവാനായിട്ട്, ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ദൈവം അതിന് ഒരു തടസ്സമുണ്ടാക്കിയത്, അത് പിന്നീട് വേണ്ട എന്ന് പറഞ്ഞത് എന്നുള്ള കാര്യം നാം ഓർക്കുക. ഓക്കെ, അപ്പോൾ 26-ാമത്തെ വാക്യം, ഇറ്റ് ഈസ് the chapter ends with something very nice. വളരെ തുടങ്ങിയത് അല്പം പ്രയാസത്തോടെയാണെങ്കിലും അവസാനിക്കുന്നത് വളരെ അനുഗ്രഹകരമായ ഒരു വിഷയത്തോടു കൂടിയാണ്. ശേത്തിനും ഒരു മകൻ ജനിച്ചു, അവൻ ഏനോഷ് എന്ന് പേരിട്ടു. ആ കാലത്തെ യഹോവയുടെ നാമത്തിലുള്ള ആരാധന തുടങ്ങി. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ഹി ബിക്കേം ദ ഫാദർ ഓഫ് വേർഷിപ്പ്. ഫാദർ ഓഫ് എന്ന് അവിടെ പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും ആരാധന തുടങ്ങുന്നവനാക്കി. മറ്റവർ ഈ ഭൗതിക തലത്തിൽ പലതും തുടങ്ങി. കൂടാതെ ടെൻറ്റ് മേക്കിങ്, ആട്ടിടയന്മാർ, മീൻസ് പശുപാലകന്മാർ, അതുപോലെ കിന്നരവും വേണു ഉപയോഗിക്കുന്നവർ, അങ്ങനെയൊക്കെ ഒത്തിരി പ്രശസ്തരായ ആൾക്കാർ അവിടെ ഉണ്ടാകുമ്പോൾ, ഇവിടെ ഇതാ ശേത്തിന് ജനിക്കുന്ന സന്തതി, he is bringing the first revival. He's bringing the first revival. ഹല്ലേലൂയ, സ്തോത്രം. എന്തുകൊണ്ടാണ് ഞാനിതിനെ റിവൈവൽ എന്ന് പറയുന്നത്? ഹല്ലേലൂയ. ഈ ആരാധനയിൽ വന്ന ഒരു പാകപ്പിഴയാണ് കയീനെ ഈ ഇത്തരമൊരു വലിയ പാപത്തിലേക്ക് നയിച്ചത്. പക്ഷേ ഇവിടെ ശേത്തിൻ്റെ സന്തതി ആ ആരാധന യഥാസ്ഥാനപ്പെടുത്തത്തക്കവണ്ണം യഹോവയുടെ നാമത്തിലുള്ള ഒരാരാധന ആരംഭിക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. ദൈവമക്കളെ, നമുക്ക് ഇതിനകത്ത് നിന്ന് എന്താണ് പഠിക്കാനുള്ളത്? കയീൻ്റെ വഴിയിൽ നടക്കുന്ന ആ സ്വഭാവത്തിൻ്റെ അടിമകളാകുന്ന ഒരനുഭവം നമുക്കും നമ്മുടെ തലമുറകൾക്കും വേണ്ട. അതിന് പകരം ഹല്ലേലൂയ, നമ്മിൽ നിന്ന് ജനിക്കുന്നതൊന്നും ഭൂമിയിൽ വലിയ പ്രശസ്തരായി മാറിയില്ലെങ്കിലും, ഹല്ലേലൂയ, അവരെ അങ്ങനെ ദൈവം ആക്കുന്നെങ്കിൽ ആയിക്കോട്ടെ, കുഴപ്പമില്ല. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ ആയില്ലെങ്കിൽ പോലും ഹല്ലേലൂയ, ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ ആരാധനയുടെ തുടക്കക്കാരായി, ദൈവ
ദൈവത്തോട് കൂടെ നടക്കുന്നവരായി, ഹല്ലേലൂയ, റിവൈവൽ കൊണ്ടുവരുന്നവരായി ഒക്കെ നമ്മുടെ തലമുറകൾ മാറട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. അങ്ങനെയുള്ള ചില തലമുറകളെ ഈ ഭൂമിയിൽ ജനിപ്പിച്ച് കൊടുത്തിട്ട് പോകുവാൻ ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുവാനായിട്ട് കഴിയുമോ? ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. അൺനെസസറി ആയിട്ടുള്ള ബ്ലഡ് ഇവിടെ ഷെഡ് ചെയ്യുന്നവരായിട്ടല്ല, ഹല്ലേലൂയ, പകരം ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം, യഹോവയുടെ നാമത്തിൽ യഹോവയെ പ്രസാദിപ്പിക്കുന്ന ഹല്ലേലൂയ ആരാധനയെ ആരംഭിക്കുവാൻ, ഹല്ലേലൂയ, മറ്റുള്ളവർ ഹല്ലേലൂയ സ്വന്തം പട്ടണം പണിതും ഹല്ലേലൂയ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തും ഒക്കെ രീതിയിൽ മുന്നേറുമ്പോൾ, ഹല്ലേലൂയ, ആത്മീയമായി ജനത്തെ ഉണർത്തുന്ന, ആത്മീയമായി ജനത്തെ പണിയുന്ന, ആത്മീയമായി ജനത്തെ ഹല്ലേലൂയ ദൈവത്തിങ്കലേക്ക് അടുപ്പിക്കുന്ന, ഹല്ലേലൂയ, സ്തോത്രം, ഏനോശിനെ പോലെയുള്ള തലമുറകളെ ജനിപ്പിച്ച് വളർത്തുവാനായിട്ടുള്ള ഒരു മഹാഭാഗ്യം തമ്പുരാൻ നമുക്ക് തരുമാറാകട്ടെ എന്ന് ഹല്ലേലൂയ ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ വചനങ്ങളാൽ നമ്മെ അതിനായി സഹായിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.